സോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന കുറച്ച് ആൻറ്റിക് പീസുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് 80s സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. ഇത് കാണിക്കും, ഇത് കണ്ട ടേപ്പ് റെക്കോർഡറുമാണ്. പിന്നെ ആ സാധനം വെച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ഇത് കുറച്ച് പുതിയത്. ഇപ്പൊ തൽക്കാലം ടേപ്പ് റെക്കോർഡർ വർക്ക് ചെയ്യണത് ഇതിലെ മാത്രം. റെക്കോർഡർ അല്ല, ടേപ്പ് വെച്ചിട്ട്, അതായത് ഇത് കണ്ടില്ലേ, ഇതാണ് കാസറ്റ്. ഈ കാസറ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ കാസറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ഉള്ളിലുള്ള ഒരു മോട്ടർ ഉണ്ട്, അതിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളതുണ്ട്. അപ്പോൾ കുറച്ച് പഴയ കാസറ്റും കിട്ടിയിട്ടുണ്ട്. ഇതും വർക്ക് ചെയ്യും. ഇതിലേതോ ഒരെണ്ണം വർക്ക് ചെയ്യും. അത് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഞാനിത് എടുത്ത സമയത്ത് ഇത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, എന്താ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിൽ. അമ്മയുടെ അച്ഛൻ, അതായത് ഞങ്ങളെല്ലാം അപ്പൂപ്പൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് 82-ല് ബഹ്റിൻ എയർപോർട്ടിൽ നിന്നാണ്. അന്ന് അപ്പൂപ്പൻ വർക്ക് ചെയ്ത കമ്പനിയുടെ ആവശ്യമൊക്കെ ബന്ധപ്പെട്ടിട്ട് ബഹ്റിനിൽ പോയപ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനമാണ് ഇത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു ക്യാമറയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമറ ഇപ്പോൾ ഇവിടെ ഇല്ല, അത് കേടുവന്നു പോയി. അതിന്റെ വേറൊരു ഫ്ലാഷ് ലൈറ്റ് മാത്രം ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ തപ്പി എടുത്തിട്ട് വരാം, കിട്ടിയാൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ കാസറ്റ് എന്താണെന്നുള്ളത് തുറന്ന് കാണിച്ചു തരാം. ഇത് അന്നത്തെ ഫേമസ് പാട്ടൊക്കെ ഉള്ള ഒരു സാധനമാണ്, ഈ ഡോണ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. നമുക്കറിയില്ല, പണ്ടത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കാസറ്റ് പലരും കണ്ടിട്ടുണ്ടോ, അതൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഈ ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് കളിച്ചിട്ടുണ്ടാവും. 2K കിഡ്സിനൊക്കെ അറിയായിരിക്കും. അതിന് ശേഷമുള്ളവർക്ക് അറിയാന്നുള്ള സംശയമാണ്. എനിക്കൊക്കെ എന്തായാലും ഞാനത് വെച്ച് ചെറിയ പ്രായത്തിലൊക്കെ ഈ മറ്റേ ടേപ്പ് വെച്ച് കളിച്ച ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പം ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കാം. അപ്പം ഇതിൽ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പം ഇത് കണ്ടില്ല, ഇവിടെ സെലക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. റേഡിയോ ആയിട്ടും വർക്ക് ചെയ്യും, ടേപ്പായിട്ടും വർക്ക് ചെയ്യും. അപ്പം ഇപ്പം റേഡിയോയിലാണ് ഇട്ടിരിക്കുന്നത്, അതിന് നേരെ ടേപ്പിലേക്ക് ആക്കി. ഓക്കെ, ടേപ്പിലേക്ക് ആക്കി. പിന്നെ ചെയ്യേണ്ടത് വോള്യൂം കുറച്ച് വെക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ നല്ല സൗണ്ട് ഉള്ളത് കൊണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെയാണ് ബാക്കിയുള്ള പരിപാടികൾ. സ്റ്റോപ്പ്, ഇജക്റ്റ് എന്ന് വെച്ച് ഞെക്കുമ്പോഴാണെങ്കിൽ സാധനം തുറന്നു വരിക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാസറ്റ് ഇടേണ്ടത്. കാസറ്റിന് പ്രത്യേകതയുണ്ട്. ബി സ്റ്റീരിയോ ആൻഡ് പിന്നെ ഇവിടെ എ സ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സൈഡിലും ഓരോ പാട്ടാണ്. അത് കാണണമെങ്കിൽ ഈ കാസറ്റിൽ തന്നെ ഉണ്ടാവും. സൈഡ് എയിൽ 4 പാട്ടുകൾ, പിന്നെ സൈഡ് ബിയിൽ 4 പാട്ടുകൾ, അങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബി സൈഡ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ബി സൈഡ് ഇടുമ്പോൾ ഇതല്ലേ ബി സൈഡ്, അപ്പോൾ ഇവിടെയുള്ള ടേപ്പ് ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെ പ്ലേ ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പാട്ടിൻ്റെ പരിപാടികൾ. പിന്നെ വേറൊരു സ്വിച്ച് ഉള്ളത് റെക്കോർഡ്. അതായത് നമ്മളിതിലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കാസറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ടുള്ള ടേപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റെക്കോർഡിങ് കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. കാരണം ഇതാണ് തോന്നുന്നു റെക്കോർഡ് ചെയ്യേണ്ട സ്ഥലം. ഈ റെക്കോർഡ് ബട്ടൺ ജാമായി കിടക്കണം, കണ്ടില്ലേ, വർക്കാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് റെക്കോർഡിങ്ങിനുള്ള സാധനം കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ, മൈക്ക് പിന്ന് കുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പിന്നിൽ നമ്മുടെ മൈക്ക് കണക്ട് ചെയ്ത് അത് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യണത്. ഇതെന്തായാലും വർക്കിംഗ് ആണ്. ഇത് ഞാൻ നേരത്തെ നോക്കി, വർക്കിംഗ് ആണ്. പിന്നെ ഇത് ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം. ഇത് മാത്രമല്ല, ഇവിടെ വേറെ പരിപാടിയും കൂടെ ഉണ്ട്. അതായത് റേഡിയോ. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. FM, ഷോർട്ട് വേവ് 2, ഷോർട്ട് വേവ് 1, പിന്നെ ഇതെന്തായിരുന്നു, മിഡിൽ വേവോ അങ്ങനത്തെ എന്തോ പരിപാടി. അതെല്ലാം ഇത് കുറേ ആൾക്കാർക്കെങ്കിലും അറിയുമായിരിക്കും. ഇത് ട്യൂണിങ് ചെയ്യാനുള്ളത്, സ്റ്റേഷൻ മാറ്റാനുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ പുതിയ സംഭവമാണ്, ഒരു പുതിയ മോഡൽ സാധനം. പക്ഷേ ഇത് പഴയ സാധനമാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള അതേ പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. ഈ പറയുന്ന ഈ ബാസ് എക്സ്പാൻഡർ മാത്രം ഇതിലില്ല. ഇത് BPLൻ്റെ, ഇത് സാനിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ
ജപ്പാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് മാത്രം വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മോട്ടർ മാത്രം നമ്മൾ പ്ലേ കൊടുത്താലും ഒന്നും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ കറണ്ട് കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്താലും മോട്ടർ മാത്രം വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇതിലും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, കൗണ്ടറാണ്, ഡിജിറ്റൽ മീറ്റർ പോലും അല്ല, പഴയ മീറ്റർ ഇല്ലേ, ഇത് റീസെറ്റ് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എത്ര മിനിറ്റായി എത്ര സെക്കൻഡായി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. അപ്പോൾ ഇനി ഇതിൽ റേഡിയോ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലും റേഡിയോ വർക്ക് ചെയ്യും, ഇതിലും വർക്ക് ചെയ്യും. ഇതിൽ ഞാൻ തൽക്കാലം ഇപ്പോൾ റേഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബഹറിൽ നിന്ന് കൊണ്ടുവന്ന റേഡിയോ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത്. സ്കാനിയ എന്നാണ് പേര്. ഇതിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം കൂട്ടിയിട്ട് കാണിച്ചു തരാം. പാട്ടൊക്കെയാണ്, അല്ലെങ്കിൽ പാട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതിലെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. റേഡിയോ എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ ടേപ്പ് റെക്കോർഡറും അതും ഇത്രയും പഴയത് 82-ലെ സാധനം, അതാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചും എല്ലാം കാണുമ്പോൾ ഒരു ആൻറ്റിക് പീസ് പോലെ തോന്നും. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സ്വിച്ചുകളൊക്കെ നോക്കിയോ, കണ്ട, ഇത് ടേപ്പ് റെക്കോർഡറിൻ്റെ പരിപാടികൾ. അതും അതിൽ കണ്ട അതേ സെറ്റപ്പ് തന്നെ. ഇത് കണ്ട, ഈ സ്വിച്ചൊക്കെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഇത് FM, പിന്നെ ഷോർട്ട് വേവ് 2, ഷോർട്ട് വേവ് 1, പിന്നെ ഈ സ്വിച്ചുകളൊക്കെ ഉണ്ടോ, വൈഡ്, ഈ പഴയ കാറുകളിലൊക്കെ ഉള്ള സാധനം പോലെ. ഇതെന്താ പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് കെമിക്കൽ നെയിമൊക്കെ അയൺ ക്രോമേറ്റ് എന്നൊക്കെ പോലെ ഉണ്ട്. അതുതന്നെയാണോ എന്നുള്ളത് അറിയില്ല. ഇത് ടേപ്പിൻ്റെ പരിപാടി എനിക്ക് അത്ര അറിയില്ല. പിന്നെ ഇത് ആൻറ്റിന, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. റേഡിയോ ഇപ്പോൾ എല്ലാവരുടെയും കുറേയൊക്കെ അറിയുമല്ലോ. പിന്നെ ഇത് ടോണ്, കണ്ട. പിന്നെ നമ്മളുടെ ഇത് സ്റ്റേഷൻ മാറ്റാനുള്ളത് അത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്വിച്ചും കണ്ട, നമ്മളിത് തിരിക്കുമ്പോൾ ഇവിടെയും തിരിക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാറ്ററി ട്യൂണിങ് ലെവൽ കാണിക്കുന്നുണ്ട്. ഇത് ഫ്രീക്വൻസി മോഡ്, ഷോർട്ട് വേവ് 2, ഷോർട്ട് വേവ് 1, മീഡിയം വേവ്. പിന്നെ ഇതും ഇത് സ്പീക്കറിൻ്റെ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് നേരത്തെ പറഞ്ഞ കൗണ്ടർ, ഇത്. അപ്പോൾ അങ്ങനെ ഓക്കെ. പിന്നെ ഞാൻ പോയിട്ട് പഴയ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ നോക്കിയിട്ട് വരാം, ക്യാമറൻ്റെ. അത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനോൾട്ട എന്ന് പറയുന്ന ഒരു ജപ്പാൻ കമ്പനി ഉണ്ട് ക്യാമറയുടെ. അത് സോണി എന്ന് പറയുന്ന കമ്പനിയിലോട്ട് ഇപ്പം മെർജ് ചെയ്തു. 2006-ലാണെന്ന് തോന്നുന്നു മെർജ് ചെയ്തത്. 1928-ലാണ് മിനോൾട്ട എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തതും ഫസ്റ്റ് ക്യാമറ ലോഞ്ച് ചെയ്തതല്ല. അപ്പോൾ മിനോൾട്ട എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ക്യാമറ അപ്പൂപ്പൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ആ ക്യാമറ എടുത്ത് അത് എന്തോ കേടുവന്നതാണ്. പക്ഷേ അതിന് വീണ്ടും കേടുവരുത്തി കളഞ്ഞു. പക്ഷെ അതിൻ്റെ ഇപ്പോൾ ശേഷിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഈ പറയുന്ന മിനോൾട്ട എന്ന് പറയുന്ന ആ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ ഒക്കെ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഫ്ലാഷ് ലൈറ്റ് വേറെ സെപ്പറേറ്റ് വെക്കുന്ന കണ്ടിട്ടില്ലേ, അതേ പരിപാടി. ഇത് ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ്, മിനോൾട്ട 20 എന്ന് പറയുന്ന ഇത് ഫ്ലാഷ് ലൈറ്റ് സെപ്പറേറ്റ് മേടിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കവറും ഫ്ലാഷ് ലൈറ്റും ഇന്നും ഫ്രഷ്. ഇതിൽ ഓരോ പരിപാടികളൊക്കെ ഇതിൽ പഴയ ആ ക്യാമറയുടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ ഒന്നും അല്ല കേട്ടോ. മറ്റേ മിനോൾട്ട എന്ന് പറയുന്ന ക്യാമറ കമ്പനി ഡിജിറ്റൽ ക്യാമറ ഇറക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഒരു ക്യാമറ കണ്ടു ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് നോക്കിയപ്പോൾ, പക്ഷെ അത് റിയലാണോ ഫേക്കാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് ഫിലിം ഇടുന്ന ക്യാമറ ആയിരുന്നു, ഡിജിറ്റൽ ആയിരുന്നില്ല. ഇതിലെടുത്ത കുറേ ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും ഫ്രഷാണ് പരിപാടി. അപ്പോൾ ഇതാണ് ആ ക്യാമറയുടെ ശേഷിക്കുന്ന വേറൊരു ഇത്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ വന്നാൽ എന്തായാലും കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒരു 2 കൊല്ലം മുന്നാണ് അത് തപ്പിപ്പിടിച്ചെടുത്തത്. പിന്നെ ഇത്, പിന്നെ വേറൊരു പഴയ TV ഉണ്ടായിരുന്നു, ഇങ്ങനെ കർവ്ഡായിട്ടുള്ളൊരു TV ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. കർവ്ഡായിട്ടുള്ള കമ്പ്യൂട്ടർ, ഇതൊക്കെ പുതിയ പിള്ളേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെയാണ്. പക്ഷേ ഞാനിതൊക്കെ ഈ ക്യാമറ ഇത് കണ്ടിട്ടുണ്ട്, ഈ സാധനമൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡർ മാത്രം എനിക്ക് അത്ര അറിയില്ല. റേഡിയോ പരിപാടികൾ അതൊക്കെ കുറേ അറിയാം.
അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ആൻറ്റിക് സാധനങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതിനോട് ക്രേസ് ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.